നമസ്കാരം. മിടുക്ക് കാട്ടാൻ ഇതല്ല വഴി. ജനപ്രതിനിധികൾ പോലീസുമായും ഉദ്യോഗസ്ഥരുമായും കൊമ്പ് കോർക്കുന്നത് പതിവായിരിക്കുന്നു. ധാർഷ്ട്യവും പരിധിവിട്ട വാക്കുകളും പലപ്പോഴും ഇരു കൂട്ടരുടെയും ഈഗോ വർദ്ധിപ്പിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ നിലയും വിലയും പാലിക്കുക എന്നത് മാത്രമാണ് ഇതിൽ കരണീയം. അല്ലെങ്കിൽ അനാവശ്യ ഏറ്റുമുട്ടലുകൾക്കും അസ്വസ്ഥതകൾക്കും അത് ഇടവരുത്തും. വൈക്കം പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള SHO സ്ഥലം MLA അധിക്ഷേപിച്ചെന്ന പരാതിയും നിലമ്പൂർ MLA ജില്ലാ പോലീസ് മേധാവിയെ പൊതുവേദിയിൽ പരസ്യമായി ശകാരിച്ചതും അടുത്തടുത്ത ദിവസങ്ങളിൽ അരങ്ങേറിയ സംഭവങ്ങൾ. ഇതിലും രൂക്ഷമായ അധിക്ഷേപങ്ങളും ആരോപണങ്ങളും മുമ്പും ഉണ്ടായിട്ടുണ്ട്. നാക്കുപിഴയെന്നും നാടൻ പ്രയോഗമെന്നുമൊക്കെ പറഞ്ഞ് അതൊക്കെ തേച്ചുമാച്ച് കളയാനായി. വൈക്കം നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് സ്റ്റേഷനിൽ എത്തിച്ചതിനെ തുടർന്നാണ് സ്ഥലം MLA CK ആശ പോലീസ് സ്റ്റേഷനിലെത്തിയത്. SHO ആ സമയം സ്റ്റേഷനിലില്ലായിരുന്നു. ഫോണിൽ ബന്ധപ്പെട്ട് താൻ ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചിട്ടും 2.5 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നുവെന്നും സംഘർഷ സ്ഥലത്ത് വെച്ച് SHO MLA അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചെന്നുമാണ് ആരോപണം. SHO KJ തോമസ് ഇക്കാര്യം നിഷേധിച്ചു. അതേസമയം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന DYSP സിബിച്ചൻ തോമസ് തന്നോട് മാന്യമായാണ് ഇടപെട്ടതെന്നും MLA പറയുന്നു. ജനപ്രതിനിധികൾക്ക് അവർ അർഹിക്കുന്ന ആദരവ് നൽകണം. അതുപക്ഷെ പിടിച്ചു വാങ്ങരുത്. അധിക്ഷേപിക്കപ്പെടാൻ ഇടവരും വിധം പെരുമാറുകയും വരുത്. ജനകീയ പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ടി വരും. പോലീസാണ് ഇവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകുന്നത്. ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന ധാരണയോടെ ചിലർ പെരുമാറും. മറുപക്ഷത്തിന് ആ ആനുകൂല്യം ലഭിക്കില്ല. നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പോലും ഭരണത്തിൽ ഇരിക്കുന്നവരുടെ ഏറാൻ മൂളികളായി മാറുന്നത് നാം കാണാറുണ്ട്. കേന്ദ്ര സർവീസിലേക്കും ഡെപ്യൂട്ടേഷനിലേക്കും ഒക്കെ പോകുന്ന ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിൽ കാണിക്കുന്ന നിസ്സംഗതയ്ക്ക് പിന്നിലും ചില കാരണങ്ങൾ ഉണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് നീതിപൂർവമായും നിഷ്പക്ഷമായും ജോലി ചെയ്യുന്നതിനുള്ള അവസരം നൽകുകയും അവർ ബുദ്ധിമുട്ടിലാകുമ്പോൾ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്ന അപൂർവം ചില ഭരണാധികാരികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അത്തരം ആളുകൾ അധികാരത്തിലും രാഷ്ട്രീയത്തിലും അപൂർവമാകുന്നു എന്നതാണ് നമ്മുടെ ദുര്യോഗം. പൊതുവേദികളിൽ വെച്ച് പോലും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുന്നതിൽ ചില നേതാക്കൾ കാട്ടുന്ന ധാർഷ്ട്യം തികച്ചും അപലപനീയമാണ്. രാഷ്ട്രീയ രംഗത്തെ എതിരാളികളെ നേരിടുന്ന ശൈലിയിൽ ഉദ്യോഗസ്ഥരോട് പെരുമാറുന്നത് ന്യായമല്ല. പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് S ശശിധരൻ വേദിയിലിരിക്കെ തന്നെ നിലമ്പൂർ MLA PV അൻവർ അദ്ദേഹത്തിനെതിരെ നടത്തിയ രോഷപ്രകടനം സാമാന്യ മര്യാദയുടെ സീമ ലംഘിക്കുന്നതായി. സമ്മേളന വേദിയിൽ SP താമസിച്ചെത്തിയതാണത്രേ MLA ചൂണ്ടിപ്പിച്ചത്. പക്ഷെ താനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ SP സ്വീകരിച്ച നിലപാടുകളോട് ഉള്ള നീരസം പരസ്യമായി പ്രകടിപ്പിച്ചതാകാമെന്ന ധാരണയാണ് MLAയുടെ മറ്റ് പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ചില നേതാക്കൾ അങ്ങനെയാണ്. പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അവർക്ക് ഹരമാണ്. അത് കണ്ടും കേട്ടും കൈയടിക്കുന്ന ചില അണികളും ഉണ്ടാവും. തന്റെ ധീരതയെ വാഴ്ത്തുന്ന ഇത്തരം ഇത്തൽ കണ്ണികളുടെ സാമീപ്യം അവരെ കൂടുതൽ ആവേശഭരിതരാക്കും. പക്ഷേ പഴയ കാലമല്ല. ഇതൊന്നും പോലീസിന്റെ ആയാലും ജനപ്രതിനിധിയുടെ ആയാലും ശരീരഭാഷ പോലും ജനം നേരിട്ട് കാണുന്നുണ്ടെന്നും ഇവരിൽ പലരും മനസ്സിലാക്കുന്നില്ല. തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കാൻ ഭരണാധികാരികൾക്ക് പല മാർഗങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാവും അവർ ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നതും. വൈക്കം SHOയെ ആ സ്റ്റേഷനിലിരിക്കാൻ അനുവദിക്കില്ലെന്ന് അവിടുത്തെ MLAയും പൊതുവേദിയിൽ SPയെ വിമർശിച്ചതിൽ തെറ്റില്ലെന്ന് നിലമ്പൂർ MLAയും പറയുന്നത് അതുകൊണ്ടാണ്. പോലീസിനെയും ഉദ്യോഗസ്ഥരെയും വിമർശിക്കാനും അവരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടാനും ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ട്. അത് തിരിച്ചറിയാനുള്ള വിവേകം ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം. പക്ഷേ പരസ്യമായ ഏറ്റുമുട്ടലുകൾ ആർക്കും ഭൂഷണമല്ല. തങ്ങൾ ജനങ്ങളുടെ സേവകരാണെന്ന ബോധ്യം ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്നോ? നമസ്കാരം.